നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലേക്ക് അഡ്മിഷൻസ് നോക്കുന്നവർ എങ്ങനെയാണ് +2 മാർക്കുകൾ കണക്കാക്കി ഇൻഡെക്സ് മാർക്കുകൾ സ്കോർ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഒരു പക്ഷേങ്കിലും പല കുട്ടികളും ഫേസ് ചെയ്യുന്ന ഏതാനും ചില പ്രോബ്ലംസും കൂടെ ഇതിലൂടെ ഉൾപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ +2വിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേരളത്തിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സുകൾ, ആപ്ലിക്കേഷൻസ് എല്ലാം തുടങ്ങുക. അപ്പോൾ LBS നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ LBSലെ ഇൻഡെക്സ് സ്കോറുകൾ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ 3 സബ്ജക്റ്റുകളുടെ +2 സെക്കൻഡ് ഇയറിലെ മാർക്കുകൾ പരിഗണിച്ചാണ്. അപ്പോൾ നമ്മൾ പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബോണസ് മാർക്കുകളൊക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുകയോ, പ്രാക്ടിക്കൽ മാർക്കുകളും തിയറി മാർക്കുകളും ചേർത്താണ് നമ്മൾ ഇതിന്റെ ഒരു കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ ആയിട്ടുള്ള കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു കുട്ടിയുടെ മാർക്സ് കാർഡിൽ ഫിസിക്സിന് 20 മാർക്ക്, 40 മാർക്ക്, 55 മാർക്ക് അങ്ങനെയാണ് അവർക്ക് ഇന്റേണലിനും തിയറിക്കും പ്രാക്ടിക്കലിനും കിട്ടിയിരിക്കുന്ന മാർക്ക്. കെമിസ്ട്രിക്ക് ആണെങ്കിൽ 20, 40, 56, ബയോളജിക്ക് ആണെങ്കിൽ 20, 40, 59. അങ്ങനെ 3 സബ്ജക്റ്റുകളുടെയും ഈ പറയുന്ന ഇന്റേണൽ മാർക്കുകൾ, തിയറി മാർക്കുകൾ, പ്രാക്ടിക്കൽ മാർക്കുകൾ ഇവയെല്ലാം ചേർത്തിട്ട് സെക്കൻഡ് ഇയറൽ മാർക്കുകളാണ് പരിഗണിക്കപ്പെടുക. കേരള സിലബസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 120ലാണ് ഈ പറയുന്ന മാർക്കുകൾ ഉണ്ടാവുക. ഉദാഹരണമായിട്ട് ഈ 3 സബ്ജക്റ്റുകൾക്ക് സെക്കൻഡ് ഇയറിൽ കിട്ടിയിരിക്കുന്ന മാർക്കുകളെല്ലാം 360ൽ കൂട്ടി അതിന്റെ ശതമാനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു മാർക്സ് കാർഡിന്റെ മാർക്കുകൾ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 350 മാർക്കാണ് 360ൽ ഈ കുട്ടി സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 350 ഡിവൈഡഡ് ബൈ 360 നോക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് 97, അതായത് 0.97 എന്നിട്ടുള്ള ഒരു സ്കോറാണ്. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശതമാനത്തിൽ അല്ലെങ്കിൽ 97% എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ എങ്കിൽ LBSൽ 300ലുള്ള ഒരു ഇൻഡെക്സ് മാർക്കുകൾ അല്ലെ ഇൻഡെക്സ് സ്കോറുകളാണ് നമ്മൾ സാധാരണയായിട്ട് റാങ്ക് ലിസ്റ്റുകൾ പരിഗണിക്കപ്പെടുവാനായിട്ട് എടുക്കുക. അപ്പോൾ 300ലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 0.97നെ 300 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മാർക്ക് ലഭിക്കുന്നതാണ്. അതാണ് ഇൻഡെക്സ് മാർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കുട്ടിയുടെ ആണെങ്കിൽ 291 മാർക്കാണ് ഇൻഡെക്സ് മാർക്കുകളായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇൻഡെക്സ് മാർക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കപ്പെടുക. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്ന മുറയ്ക്കായിരിക്കും നമുക്ക് അലോട്ട്മെന്റ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഓരോ കോളേജുകളും പ്രയോറിറ്റി വെച്ചിട്ട് നമ്മൾ അഡ്മിഷൻസിന് വേണ്ടി കിട്ടുക. ഇനി അടുത്തായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മറ്റുള്ള മാനേജ്മെന്റ് അസോസിയേഷൻ ആയിട്ടുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ്, PNC മാക് എന്ന് പറഞ്ഞ മാനേജ്മെന്റ് അസോസിയേഷനിലേക്കൊക്കെ വരുമ്പോൾ ഇംഗ്ലീഷ് മാർക്കും കൂടെ, ഇംഗ്ലീഷിന്റെ സെക്കൻഡ് ഇയറിലെ മാർക്കും കൂടെ കൂട്ടിയിട്ടായിരിക്കും അവിടെ ഇൻഡെക്സ് മാർക്കുകൾ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കപ്പെടുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ടെന്ന് മനസ്സിലാവുന്നു. പക്ഷെ പല കുട്ടികളും ചോദിക്കുന്നതാണ്, ബോണസ് മാർക്കുകളൊക്കെ ഇവിടെ ആഡ് ചെയ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്. ഉദാഹരണമായിട്ട് മറ്റൊരു കുട്ടിയുടെ മാർക്സ് കാർഡ് നമ്മൾ നോക്കാം. ഇവിടെ ഫിസിക്സിന് ഈ കുട്ടിക്ക് 20, 40, 60 എന്നുള്ള രീതിയിലാണ് ഇന്റേണൽ, തിയറി, പ്രാക്ടിക്കൽ മാർക്കുകൾ ലഭിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ 6 മാർക്കും കൂടെ ബോണസ് മാർക്കുകൾ, ഗ്രേസ് മാർക്കുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കെമിസ്ട്രിക്കും ഈ കുട്ടിക്ക് 9 മാർക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഗ്രേസ് മാർക്കുകൾ അല്ലെങ്കിൽ ബോണസ് മാർക്കുകൾ 120 മാർക്കിന് ഉള്ളിലാണ് പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഈ പറയുന്ന റാങ്ക് കാൽക്കുലേഷന് വേണ്ടി അല്ലെങ്കിൽ ഇൻഡെക്സ് മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതും പരിഗണിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്ന് കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മാക്സിമം ഗ്രേസ് മാർക്കുകൾ, ബോണസ് മാർക്കുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്സിമം സ്കോർ ചെയ്യുക. അപ്പോൾ ഈ ഒരു വർഷം +2 സെക്കൻഡ് ഇയർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ അപ്പിയർ ചെയ്യാനായിട്ട് ഇരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെ ഇൻഡെക്സ് മാർക്കുകൾ, ബോണസ് മാർക്കുകൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കൺസിഡറേഷൻസും കൂടെ ഇവിടെ റാങ്ക് കാൽക്കുലേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ലഭിക്കുന്നതാണെന്ന് കൂടെ മനസ്സിലാക്കുക. അതുപോലെ നിരവധി കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ എല്ലാ കോളേജുകളും പെർഫെക്റ്റ് ആണോ, എല്ലായിടത്തും എന്തെങ്കിലും പ്രോബ്ലംസ് നേരിടുന്നുണ്ടോ എന്നുള്ളത്. നമുക്കറിയാം പല പ്രോബ്ലംസും പല കോളേജുകളിലും ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി എല്ലായിടത്തും ഈക്വൽ ആയിട്ടല്ല പോകുന്നതെന്നുള്ളതാണ്. ഒരു മിനിമം സ്റ്റാൻഡേർഡ് എല്ലാ കോളേജുകളിലും നിലനിർത്തുന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ നല്ല രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പലയിടത്തും കാണാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് ചില കോളേജുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ യാതൊരു പേഷ്യന്റ് സർവീസുകളും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഇല്ലാത്ത കോളേജുകൾ പോലും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കൂടെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാൻ നേരത്ത് കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പല കോളേജുകളും ഉയർന്ന ഡൊണേഷൻസ് ഒക്കെ മേടിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പറയുന്നത് പോലെ കേരളത്തിന് പുറത്തേക്കുള്ള പല കോളേജുകളിലും
അമിതമായിട്ട് ഫീസ് മേടിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും കേരളത്തിൽ അതിലും മുകളിൽ ഏകദേശം 10 ലക്ഷം വരെ ഡൊണേഷൻ മേടിക്കുന്ന പല കോളേജുകളും കേരളത്തിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോളേജുകൾ കഴിവതും ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള ഡൊണേഷൻസ് ഒക്കെ കൊടുത്ത് വീണ്ടും ഏകദേശം 9 ലക്ഷം 10 ലക്ഷം രൂപ ഫീസും ഭക്ഷണ താമസം എല്ലാ ചെലവുകളും വരുമ്പോൾ തീർച്ചയായിട്ടും അമിതമായിട്ടുള്ള ഒരു ഭാരം ഫീസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കേരളത്തിൽ മെയിൻ ആയിട്ട് ഒരു കോളേജ് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അവിടെ വേണ്ടതുള്ള ടീച്ചിങ് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ പ്രോപ്പറായിട്ട് ലഭിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അവിടുത്തെ ഡിസിപ്ലിൻ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഏതാനും ചില കോളേജുകളിൽ ഈ പറയുന്ന രീതി യാതൊരു ഡിസിപ്ലിനും ഇല്ലാതെ ആയിരിക്കും പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളൊക്കെ പുതുതായിട്ട് ഗവൺമെന്റ് തലത്തിലും അതുപോലെ തന്നെ ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയിട്ട് നിരവധി കോളേജുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പല കോളേജുകളും വേണ്ടത്ര ഫെസിലിറ്റീസ് പോലും ഇല്ല. മിക്കവാറും വരുന്ന കോളേജുകളൊക്കെ വാടക കെട്ടിടത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതുപോലെ തന്നെ 10 വർഷം മുന്നേ തുടങ്ങിയ പല കോളേജുകളിൽ ഇപ്പോഴും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സാഹചര്യം വരെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കേരളത്തിൽ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും അവിടെ അക്കാഡമിക് പ്രോഗ്രാംസ് എങ്ങനെയാണ് നടക്കുന്നത്, ക്ലിനിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ പ്രോപ്പറായിട്ട് ലഭിക്കുന്നുണ്ടോ, ഡിസിപ്ലിൻ നല്ല രീതിയിൽ ഉണ്ടോ, അതുപോലെ തന്നെ മറ്റുള്ള ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പല പേരൻസും പറയുന്ന മറ്റൊരു കാര്യമാണ് നിരവധി ഏജന്റുമാരൊക്കെ കേരളത്തിൽ തന്നെ അഡ്മിഷൻസ് മേടിച്ച് നൽകാമെന്ന് പറഞ്ഞ് നല്ല രീതിയിലുള്ള ഫീസുകൾ കുട്ടികളുടെ കയ്യിൽ നിന്നും വാങ്ങുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നു. ഗവൺമെന്റ് കോളേജിൽ പോലും അഡ്മിഷൻസ് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ പോലും കുട്ടികളുടെ എണ്ണ 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ ഡൊണേഷൻ മേടിച്ച സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. 1-2 വർഷം മുന്നേ തന്നെ LBSന്റെ പേരിൽ പല നോട്ടിഫിക്കേഷനുകളും ന്യൂസ് പേപ്പറുകളിൽ കൂടെ ഒക്കെ അറിയിക്കുകയും അങ്ങനെ അലോട്ട്മെന്റ് ഒക്കെ നടക്കുന്ന ഫേക്ക് ആയിട്ട് അലോട്ട്മെന്റുകൾ നടത്തുന്ന സാഹചര്യങ്ങളൊക്കെ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തട്ടിപ്പുകളിൽ നിന്നൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, LBS ആയാലും മാനേജ്മെന്റ് അസോസിയേഷൻ ആയാലും CPAS തുടങ്ങിയ ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള സ്ഥാപനങ്ങളായാലും ഓൺലൈൻ അലോട്ട്മെന്റുകൾ വഴി അവരുടെ വെബ്സൈറ്റ് വഴി മാത്രമായിരിക്കും അഡ്മിഷൻ പ്രോസസ്സുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആയാലും അലോട്ട്മെന്റ് പ്രോസസ്സുകൾ എല്ലാം നടത്തപ്പെടുക. യാതൊരു കാരണവശാലും ഓഫ്ലൈൻ ആയിട്ട് നടക്കുന്ന അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അസോസിയേഷന്റെ പാർട്ടായിട്ടൊക്കെ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും തട്ടിപ്പുകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാരണവശാലും അങ്ങനെയുള്ള പ്രോബ്ലംസിൽ പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഡിവിജ്വൽ ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന കോളേജുകൾ അവരവരുടെ വെബ്സൈറ്റ് മുഖേന ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ലിസ്റ്റുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളൊരു കോളേജിൽ ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യണമെന്നാണ് അഡ്മിഷൻ സൂപ്പർവൈസറി അതോറിറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ കോളേജുകളും ഇൻഡിവിജ്വൽ അഡ്മിഷൻ എടുക്കുന്ന കോളേജുകളാണെങ്കിലും ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അഥവാ അങ്ങനെ കോളേജുകൾ പബ്ലിഷ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയെ നിങ്ങൾ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാതെ യാതൊരു കാരണവശാലും നിങ്ങൾ ഡൊണേഷൻ അമിതമായിട്ട് കൊടുത്ത് കേരളത്തിൽ അഡ്മിഷൻസ് നേടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പലപ്പോഴും കാണുന്ന ഒരു കാര്യം, ഈ പറയുന്ന 70% 80% മാർക്ക് ഉള്ള കുട്ടികൾ അമിതമായ ഡൊണേഷൻ 10 ലക്ഷം വരെ ഡൊണേഷൻ കൊടുത്ത് പല കോളേജുകളിലും അഡ്മിഷൻസ് എടുക്കുകയും മറ്റുള്ള 90-95% മാർക്കുള്ള കുട്ടികളുടെ കൂടെ ആ കുട്ടികൾ ചെന്ന് കഴിയുമ്പോൾ നല്ല രീതിയിൽ അക്കാഡമിക് സ്ട്രെസ്സുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പല കുട്ടികളും ഡ്രോപ്പ് ഔട്ട് ആണ്, 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പഠനം നിർത്തിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ സെമസ്റ്റർ സിലബസ് എന്ന് പറയുന്നത് വളരെ ടഫ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടികളൊക്കെ തന്നെ ഒത്തിരി അക്കാഡമിക് സ്ട്രെസ്സുകൾ നേരിടുകയും മറ്റുള്ള കുട്ടികൾ നല്ല രീതിയിൽ പിക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ സ്ട്രെസ്സുകൾ വന്ന് ഈ പറയുന്ന ഡ്രോപ്പ് ഔട്ട് ആകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണാറുണ്ട്. പല കോളേജുകളും വർക്ക് ചെയ്യുന്ന എന്റെ ഫ്രണ്ട്സും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ മെറിറ്റ് അടിസ്ഥാനത്തിലാണെങ്കിൽ മാത്രം നിങ്ങൾ കേരളത്തിൽ ഫോക്കസ് ചെയ്ത് പോവുക. ഇപ്പോഴത്തെ +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് അതിന്റെ അഡ്മിഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്കുകൾ എത്രയാവും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കേരളത്തിൽ അഡ്മിഷൻ പ്രോസസ്സുകളും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സുകളും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കോളേജുകളെ കുറിച്ചുള്ള ഏതാനും ചില ഇൻഫർമേഷൻസും എല്ലാം തീർച്ചയായിട്ടും നമ്മളൊരു ലൈവ് വെബിനാറിലൂടെ നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ ആയിരിക്കും ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ നടത്തുന്നത്. അതിന്റെ ഓൺലൈൻ ലിങ്കുകൾ കാര്യങ്ങളെല്ലാം ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. കൂടാതെ തന്നെ നമ്മുടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പ് നിലവിലുണ്ട്. അതിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്യുക. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരിക്കും. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.